ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഗെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? അതെ, നമ്മളിന്ന് കല്യാണത്തിന് പോവുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ അതാ കല്ലൂസും റെഡിയായി, ഞാനും റെഡിയായി. ഇവിടുന്ന് നേരെ പോകുന്നത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടുന്ന് എല്ലാവരും ഒരുമിച്ച് പോകാമെന്ന് കരുതി. പെരിയയിലാണ് കല്യാണം, സുരഭി ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ അതാ പാറൂസ് എത്തി, പിന്നെ നാത്തൂനും നാത്തൂൻ്റെ മോളാണ് കേട്ടോ അത്, മീനുട്ടിയും അച്ചുവച്ചിയും. അപ്പോൾ അച്ചുവച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫും അവരുടെ പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. അവിടെ വെച്ച് എൻ്റെ ചെറിയ നാത്തൂനും പിള്ളേരും വന്നു. ആദ്യേച്ചി, അമ്പുടൂച്ച്, കുഞ്ഞാറ്റ. നമ്മൾ കറക്റ്റ് സമയത്താട്ടോ എത്തിയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പെൺകുട്ടി സ്റ്റേജിലേക്ക് പോയിട്ടോ. കല്ലൂസിനാണെങ്കിൽ അമ്പാടി കിട്ടിയ പിന്നെ വേറെ ആരും വേണ്ട. അവളാണെങ്കിൽ ടവലെടുത്തിട്ട് അവൻ്റെ മുഖമൊക്കെ തോർത്തി കൊടുക്കുന്നു. ഭയങ്കര സ്നേഹം, പറയാണ്ടിരിക്കാൻ വയ്യ. ഇതേ ചെക്കനെത്തി. അങ്ങനെ താലികെട്ട് നടക്കാൻ പോവുകയാണേ. താലികെട്ടും കഴിഞ്ഞപ്പാട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു കുളം ഉണ്ടായിരുന്നു. ഞാൻ പോലും പറഞ്ഞത് ആ സൈഡ് പോയപ്പോഴാട്ടോ. അങ്ങനെ കുറച്ച് സ്റ്റീൽസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ എന്താ, നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല വിശപ്പായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ പിള്ളേരെയും കൊണ്ട് ആ ക്യൂ നിന്ന് അവിടെ എത്തിയപ്പോൾ നല്ല വിശപ്പോടെ കിട്ടിയ ബിരിയാണി ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ മൂന്നാൾ ഒത്തുകൂടിയാലും അറിയാമല്ലോ, ഫോട്ടോസ് എടുത്താലും മതി വരില്ല. അങ്ങനെ എന്നെ കളിയാക്കുന്നൊരു രംഗാട്ടോ കാണുന്നത്. പിന്നെന്താ, നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നടന്ന് പിള്ളേർക്ക് കോലുമുട്ടായും ലേസും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി. ചെറിയ ചേച്ചിയാണേ. പിന്നെ ഞാൻ നേരെ പോയത് അച്ചുവച്ചിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. കുറച്ച് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോയിൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ടാറ്റ.